ഇനി ചെയ്യാനുള്ളത് ഷെയ്ഡിംഗ് ആണ്. ഷെയ്ഡിങ്ങിലെ ഡീറ്റെയിൽഡ് ഷെയ്ഡിങ് ബിന്ദുജമാണ് ചെയ്യുന്നത്. തുടക്കക്കാർക്ക് ബിന്ദുജായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ചെറിയ ഡോട്ടുകൾ ഇട്ടിട്ട് അതങ്ങനെ ലയിപ്പിച്ചെടുക്കുക. കാരണം നമ്മൾ ഇപ്പോൾ ഓൾറെഡി വാഷിങ് ചെയ്തു, പക്ഷെ അവിടെ ഇവിടെയൊക്കെ പാച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പാച്ചും അതുപോലെ ബാക്കി എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യും. അപ്പോൾ ആ ടെക്സ്ചർ ഫീൽ ചെയ്യാനും പിന്നെ പാച്ചുകൾ ഫില്ല് ചെയ്യാനും ബിന്ദുജോ രേഖികോ പത്രമോ പലതും ചെയ്യാറുണ്ട്. നമ്മളിവിടെ ബിന്ദുജം ചെയ്യാം. ഞാൻ ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കളർ ടോൺ തന്നെയാണ് ഡാർക്ക് റെഡ്, അല്ലെങ്കിൽ നമ്മുടെ ബേൺസീനെയും സ്കാർലറ്റും പകുതി എടുത്ത ആ കൂട്ട് തന്നെയാണ്. അത് അത്യാവശ്യം ഡെപ്തിലെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ വാഷിങ് ചെയ്യാൻ ഉപയോഗിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഡെപ്ത് കൂടിയിട്ടുണ്ട്. കാരണം നമുക്കിവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡോട്ട് കുറച്ച് ക്ലിയറായി കാണണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ കളർ എടുത്തു. ഇനി ബ്രഷ് ഏതെങ്കിലും 0 അല്ലെങ്കിൽ കുറച്ച് പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ്, 0 അല്ലെങ്കിൽ 00. ലോങ് ഹെയറിനാവണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇതുപോലെ തന്നെ ഇറങ്ങണം. അതായത് ഈ ഏരിയയിലേക്ക് ഫസ്റ്റ് ഒരു കുറച്ച് ഡാർക്ക് കൂടിയ കളറാണ് ഇവിടേക്ക് വരേണ്ടത്. ഇങ്ങോട്ട് ഇങ്ങനെ ലയിപ്പിച്ച് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ ഇട്ട് തരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നും ഡാർക്ക് ഏരിയയിൽ നിന്നും ആദ്യം ഇങ്ങനെ ഡോട്ട് ഇട്ട് തരാം. ഇങ്ങനെ ഡോട്ട് ഇടുക. കുറച്ച് കഴിഞ്ഞാൽ പെയിൻറ് ഇങ്ങനെ ഡൈല്യൂട്ടായി വരും. അപ്പോൾ നമുക്ക് താഴേക്ക് പതുക്കെ ഇങ്ങനെ ഇറങ്ങാം. താഴേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ പെയിൻറ് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ഫസ്റ്റ് ഏരിയയിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇതെല്ലാം ഫസ്റ്റ് ടോൺ വെക്കേണ്ട ഏരിയ ആണല്ലോ, എഡ്ജ് ഭാഗമല്ലേ. പിന്നെ വെള്ളവും ഒരു തുണിയൊക്കെ എപ്പോഴും കയ്യിൽ വേണം. കാരണം നമുക്ക് ചിലപ്പോൾ ചില ഏരിയയിലേക്ക് നല്ല ഡൈല്യൂട്ടായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബ്രഷ് ഒന്ന് വെള്ളത്തിൽ അല്പം ഒന്ന് മുക്കിയെടുത്തിട്ട് തുണിയിലേക്ക് തുടയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഈ ചെയ്ത ഭാഗത്തൂടെ ചിലപ്പോൾ ഒന്നുകൂടെയൊക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് റിസൾട്ടാണ് നമുക്ക് നോക്കേണ്ടത്. ലാസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ലയിച്ചിറങ്ങണം. അപ്പോൾ ആ റിസൾട്ട് എവിടെയെങ്കിലുമൊക്കെ പാച്ച് ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ഏത് ടോണാണ് വെക്കേണ്ടത് നോക്കണം. ചിലപ്പോൾ ഡാർക്ക് ടോൺ, ഇവിടെയാണെങ്കിൽ ഡാർക്ക് ഏരിയ ആണ്, ഇവിടെയൊക്കെ ആണെങ്കിൽ ഇവിടെ ലൈറ്റ് ഏരിയ ഉണ്ടല്ലേ, ലൈറ്റ് ഏരിയയിൽ നമ്മൾ ഡാർക്ക് വെക്കരുത്. ഇങ്ങനെ ഫസ്റ്റ് ടോൺ വെക്കേണ്ട ഏരിയകളെല്ലാം ഫസ്റ്റ് ടോൺ ഇങ്ങനെ വെച്ച് പോകുന്നു. പെയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വടിക്കണം കേട്ടോ. ഇനിയും ഇവിടെ എല്ലാം ഫസ്റ്റ് ടോൺ വെക്കേണ്ട ഏരിയ ആണ്. വെള്ളം നമുക്ക് ഫസ്റ്റ് ടോൺ വെച്ച് കൊടുക്കാം. ഇതുപോലെ കണ്ണിൻ്റെ മുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് വാഷിങ് ചെയ്തത് അത് തന്നെയാണ്, പക്ഷെ പിന്നീട് നമ്മൾ ഡോട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ഇതിന് അല്പം ഒന്ന് ലയിപ്പിച്ചിറക്കാണ്ട് താഴേക്കല്ലേ. പതുക്കെ താഴേക്ക് ഇങ്ങനെ ലയിപ്പിച്ചിറക്കണം. ബ്രഷ് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാകുന്നത് അതെടുക്കുക. കുറച്ച് പോയിന്റഡ് ബ്രഷ് ആവണമെന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ 0 ആയിരിക്കാം, 00 ആയിരിക്കാം, ഷോർട്ട് എയർ ആയിരിക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം വെച്ചാൽ അത് ചെയ്യും കേട്ടോ. ഇങ്ങനെ ലയിച്ചിറങ്ങണം. ഒരു എഡ്ജ് ഫീൽ ചെയ്യരുത്. ഇപ്പോൾ നമ്മളിവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എഡ്ജ് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇവിടെ ലയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഈ ഏരിയക്കെല്ലാം ലയിച്ചിറങ്ങണം. ഇതാണ്
മെത്തേഡ്. ഇത് നമ്മൾ ചിലപ്പോൾ 2-3 കോട്ടൊക്കെ ചെയ്യേണ്ടി വരും. ചെയ്ത ഭാഗത്ത് തന്നെ വീണ്ടും ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും പാച്ചൊക്കെ ഉണ്ടെങ്കിൽ ആ പാച്ചിലൂടെ ഫില്ല് ചെയ്യണം. ഫൈനൽ റിസൾട്ടിനനുസരിച്ചിരിക്കും കേട്ടോ. ഫൈനൽ റിസൾട്ട് എവിടെയെങ്കിലൊക്കെ വീണ്ടും പാച്ച് ഉണ്ടെങ്കിൽ ആ പാച്ച് വീണ്ടും നമ്മൾ ഫില്ല് ചെയ്തെടുക്കേണ്ടി വരും. പതുക്കെ പതുക്കെ ഇങ്ങനെ ലയിച്ചിറങ്ങണം. ഞാൻ കുറച്ച് വെള്ളത്തിൽ മുക്കുന്നുണ്ട് ബ്രഷിൻ്റെ ടിപ്പ്. കാരണം എനിക്ക് ഇങ്ങോട്ട് ഇനി നന്നായിട്ട് ലയിച്ചിറങ്ങണം. അപ്പോൾ ബ്രഷിൽ കുറച്ച് പെയിൻറ്റ് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ മുക്കിയെടുത്തത്. അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ലയിച്ചിറങ്ങുക. ഇതാണ് മെത്തേഡ് കേട്ടോ. എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് ഒരു കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം നമുക്ക്. അതുപോലെ കണ്ണിൻ്റെ ഈ ഭാഗത്തെല്ലാം ഇതുപോലെ ചെയ്യണം. ഈ ചെറിയ ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഈ എഡ്ജിലൂടെ നമുക്കൊന്ന് ലയിപ്പിച്ചെടുത്താൽ മതി. ഇങ്ങനെ വാഷിങ് ഒരു ഡോട്ടറിനൊന്നും നിർബന്ധമൊന്നുമില്ല. അതുപോലെ ചെറിയ ഏരിയക്ക് വരുമല്ലോ, ഇത് കണ്ണിൻ്റെ ഈ താഴ്വശം, ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മളെ ഒന്ന് വാഷ് ചെയ്താൽ മതി ചെറിയ രീതിയിലൊന്ന്. നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് ഓൺ കിട്ടണം. ഓക്കെ, ഇനി താഴേക്കൊക്കെ ഇതുപോലെ ഡോട്ട് ഇടണം. എല്ലാ ഏരിയയിലും നമ്മൾ വാഷിങ് എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം നമുക്ക് ഇതുപോലെ പതുക്കെ ലയിപ്പിച്ചെടുക്കണം. ഡോട്ട് ചെയ്ത് മേലേക്ക് ഇങ്ങനെ ലയിപ്പിച്ചെടുക്കണം. ഈ ഏരിയയിലെല്ലാം ഇപ്പോൾ ഡാർക്ക് ടോണല്ലേ, ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെ ഡോട്ടിട്ട് കൊണ്ടുവരും. ഇവിടെ ഒരുപാട് വേണ്ട. ഈ കൺതടത്തിൻ്റെ ഇവിടുന്ന് ഒരു ലൈറ്റ് ടോണാണ് ഇവിടെ വേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് ലയിച്ച് വരാം, ഇവിടുന്ന് ഇങ്ങോട്ട് ലയിച്ച് വരാം. നുണക്കുഴീൻ്റെ അവിടെ ചെറിയൊരു ഷെയ്ഡിങ് കൊടുക്കാം. പിന്നെ ഈ മെത്തേഡ് തന്നെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഡോട്ടിട്ട് പോവാം. ഫസ്റ്റ് എല്ലാം ഡോട്ടിട്ട് അതിങ്ങനെ മുകളിലേക്ക് ലയിപ്പിച്ച്, കാരണം കുറേ ഡോട്ട് ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ലയിക്കും. അങ്ങനെ ലയിക്കുമ്പോൾ അത് മേപ്പോട്ട് ഇങ്ങനെ പതുക്കെ ചെയ്തെടുത്താൽ മതി. പെയിൻറ്റ് കൂടുതലുണ്ട് തോന്നുകയാണെങ്കിൽ വെള്ളം എടുക്കുക, കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് തുണിയിൽ തുടച്ചിട്ട് വേണം, വീണ്ടും ജസ്റ്റ് തുടച്ചിട്ട് വേണം ഡോട്ട് ചെയ്യാൻ കേട്ടോ. ഈ രീതിയിൽ നമ്മളെ വാഷ് ചെയ്ത് അതുപോലെ അതേ രീതിയിൽ തന്നെ ഡോട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഞാൻ ഏകദേശം ഈ ഒരു ഏരിയയുടെ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണിക്കാം. ഞാനിവിടെ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഡോട്ടുകൾ ബിന്ദുജം ടോട്ടൽ ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ഇത് വീണ്ടും എന്ത് ചെയ്യാം, ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഏതെല്ലാം ഭാഗത്താണ് പാച്ചുള്ളത് ആ പാച്ചെല്ലാം ഫില്ല് ചെയ്തെടുക്കുക. പാച്ച് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് പാച്ച് ഉള്ളതെങ്കിൽ ഇതൊരു ഫസ്റ്റ് ടോൺ ഏരിയയല്ലേ, പക്ഷേ ഇവിടെ നമുക്ക് ചിലപ്പോൾ ചെറിയ പാച്ചായിരിക്കാം, ചെറിയൊരു ടോണോടെ വന്നാൽ മതിയെങ്കിൽ അവിടെ ചിലപ്പോൾ സെക്കൻഡ് ടോണോ തേർഡ് ടോണൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും. ചിലപ്പോൾ ഫസ്റ്റ് ടോൺ തന്നെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കൂടുതൽ ഡാർക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഏത് ഭാഗത്ത് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറിലേക്ക് നമ്മൾ എത്തണം. തേർഡ് ടോണൊക്കെ വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, ആ കളർ എടുത്തിട്ട് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ചുണ്ടാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യാനുള്ളത്. ചുണ്ട് ഷെയ്ഡ് ചെയ്യാൻ സ്കാലറ്റിലേക്ക് ഡയറക്റ്റ് എടുത്താൽ മതി. ആദ്യം സെൻറ്ററിലൂടെ ലൈൻ വരച്ചു, കീഴ്ചുണ്ട് വരച്ചിട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കുക. സെൻറ്ററിൽ കുറച്ച് യെല്ലോ കിട്ടുന്ന രീതിയിലായിരിക്കണം.
മേൽച്ചുണ്ടിന് അല്പം സെൻറ്ററിൽ യെല്ലോ കിട്ടുന്ന രീതിയിൽ ലയിപ്പിച്ചെടുത്താൽ മതി. ഇത് ഉണങ്ങിയതിന് ശേഷം ചിലപ്പോൾ ഒന്നുകൂടി ചെയ്യേണ്ടി വരും. നമ്മളെടുക്കുന്ന കളറിൻ്റെ ഡെപ്ത് പോലെ ഇരിക്കും കേട്ടോ. മേലെ ഗോപി വരുന്നുണ്ട്, ഇതും ഇതുപോലെ തന്നെ. ഇതിനെ ഞാൻ ഒന്ന് ലയിപ്പിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ റെഡ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൊത്തത്തിൽ റെഡ് വെച്ച് വയ്ക്കാൻ നല്ലത്. ഈ ഒരു ഏരിയ മൊത്തത്തിൽ റെഡ് വെച്ചു. ഈ ഒരു ഏരിയ ചെറിയൊരു ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. ഈ റെഡ് നമുക്ക് കുറച്ചുകൂടി ഡെപ്ത് കൂട്ടാം. ഉണങ്ങിയതിന് ശേഷം ഒന്നുകൂടി ചെയ്താൽ മതി. നമുക്ക് ഞാനിവിടെ ഉണങ്ങിയതിന് ശേഷം ചുണ്ടും അതുപോലെ ബോഡി ഷെയ്ഡിങ്ങും വളരെ ലൈറ്റായിട്ട് ഒന്നുകൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിന്ദുജം ഷെയ്ഡിങ് വരുന്നത്. ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ഇങ്ങനെ ലയിപ്പിച്ച് കൊണ്ടുവരും.